പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ ഒരു നാളും തള്ളിക്കളയാത്ത ദൈവസ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 109:30 ഇപ്രകാരം പറയുന്നു: എൻ്റെ അധരങ്ങൾ കർത്താവിന് ഏറെ കൃതജ്ഞതയർപ്പിക്കും, ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അങ്ങയെ പ്രകീർത്തിക്കും. ഇന്ന് ഫിജേറിയയിൽ നിന്നുള്ള ഈ നഴ്സസ് സഹോദരങ്ങൾ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ദൈവീക ഇടപെടലുകൾ നമ്മളുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാക്ഷികളായി ജീവിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 23:4 ഇപ്രകാരം പറയുന്നു: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രാവർത്തികമാകുന്നില്ലേ? ഇത് നമുക്ക് അനുഭവിച്ചറിയുന്ന ആളുകളുമാണല്ലോ നമ്മൾ. തീർച്ചയായിട്ടും. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സീന. ഞാൻ 17 വർഷമായിട്ട് ഫുജറയിൽ ജോലി ചെയ്യുന്നു. ഇവിടെ ഫാമിലിയോടൊപ്പം താമസിക്കുന്നു. എൻ്റെ സ്വദേശം തൃശ്ശൂർ. എൻ്റെ പേര് ഷൈബി. 12 വർഷമായി ഫാമിലിയോടൊപ്പം ഞാൻ UAE താമസിക്കുന്നു. നാട്ടിൽ തൃശ്ശൂരാണ് വീട്. എൻ്റെ പേര് ബിന്ദു. 18 വർഷമായി ഫുജറയിൽ താമസിക്കുന്നു. എരുമേലിയിലാണ് സ്വദേശം. ബിന്ദു ഫുജറയിലാണ് ജോലി ചെയ്യുന്നെങ്കിലും ബിന്ദുവിന് പെട്ടെന്ന് ഈ ഒരു മഹാമാരിയുടെ കാലത്ത് കുറച്ച് പേരെയൊക്കെ നമ്മളെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്നും ദുബായിലേക്ക് അയക്കുകയുണ്ടായി. അതിൽ ബിന്ദുവിൻ്റെ പേരും വന്നപ്പോൾ പെട്ടെന്ന് ബിന്ദുവിനുണ്ടായിട്ടുള്ള ഒരു ഫീലിങ്സും അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും സീന, ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ഒത്തിരി നന്നായിട്ട് അനുഭവിച്ച ഒരു സമയമായിരുന്നു ഈ ഒരു കാലഘട്ടം. സങ്കീർത്തനം 34:7 കർത്താവ് ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഞങ്ങൾ ഫുജറ ഐസൊലേഷനിലേക്ക് കുറേ സ്റ്റാഫിൻ്റെ ലിസ്റ്റ് ഇടുന്നു എന്ന് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ആ ഒരു ലിസ്റ്റിൽ എൻ്റെ പേര് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് പിറ്റേ ദിവസം ഒരു കോള് വരികയാണ്: എത്രയും പെട്ടെന്ന് നിങ്ങൾ അൽബറാഹയിലേക്ക് ഡ്യൂട്ടിക്ക് പോകണമെന്ന് ഒരു അറിയിപ്പ് വരികയും ആ 11 മണി രാവിലെ 11 മണിക്ക് ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് 1 o'clock ആകുമ്പോൾ ബസ് വരും, ആ സമയത്തിനുള്ളിൽ നിങ്ങളെല്ലാം റെഡിയാക്കി എത്രയും പെട്ടെന്ന് പോകാനുള്ള അറിയിപ്പ് കിട്ടി. നോട്ടീസായിരുന്നു. അതെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയത്ത്. അപ്പോൾ അതൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന ആ സമയത്ത് അങ്ങനെ ഒരു കോള് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥയിലായി പോവുകയും പെട്ടെന്നൊരു ബ്ലാങ്കായ അവസ്ഥയിലായി, ആരും ഇല്ലയെന്നൊരു തോന്നൽ, ഒരു ധൈര്യം ഇല്ലാത്തൊരവസ്ഥയെ വരികയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ തോന്നി. അവളെ വിളിച്ചപ്പോൾ അവളും ഈ ഡ്യൂട്ടിയിൽ ലിസ്റ്റിലുണ്ടെന്നുള്ളത് അറിയുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ചെറിയൊരു ആശ്വാസം വന്നു. ഉടനെ തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഞങ്ങളപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവസ്യ അച്ഛനെ ഒന്ന് വിളിച്ച് ഒരു പ്രയർ റിക്വസ്റ്റ് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, എല്ലാ ദിവസവും മാസിൽ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി മാസ് ഞാൻ ചെയ്തോളാം. മിനിസ്ട്രിയിൽ അച്ഛനെ ഇടുകയും ചെയ്തു. എല്ലാ ദിവസത്തെ മാസിൽ അച്ഛൻ നമ്മൾ നേഴ്സുമാർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 മണിയായപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നപ്പോൾ ആ വണ്ടിയിലുണ്ടായിരുന്ന സകല മക്കൾക്കും നല്ല പേടിയും ആശങ്കകളും ഭയപ്പാടും ഒക്കെ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പോപ്പ് ഫ്രാൻസിസിൻ്റെ ഒരു കോട്ട് ഇങ്ങനെ കടന്നു വരികയാണ്: വി ആർ വാക്സിനേറ്റഡ് വിത്ത് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെയുള്ള നമ്മൾ എന്തിന് ഈ വൈറസിനെ ഭയപ്പെടണം? ആ ഒരു കാര്യം ഞാൻ അവരോട് പറയുകയും അവർക്കതൊരു ധൈര്യമാവുകയും ചെയ്തു. ഇവിടുന്ന് പോയ ഞങ്ങളിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരെയും ICU ഡ്യൂട്ടിയിലേക്കാണ് ഇടുന്നത്. പ്രത്യേകിച്ച് ഞാൻ 10 വർഷമായിട്ട് OPD ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും മറന്നിരിക്കുന്ന ഒരു ഇൻപേഷ്യൻ സിറ്റുവേഷനിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളതെല്ലാം നമ്മൾ മറന്നുപോയി. ആ ഒരു സമയത്ത് ഞാൻ ICUയിൽ ചെല്ലുമ്പോൾ എനിക്ക് ആകെ ഒരു വെപ്രാളം. ഇനി ഒരു വെന്റിലേറ്റഡ് പേഷ്യൻ്റ്, ഒരു ബൈപ്പാപ്പിലുള്ള പേഷ്യൻറ്റിനെയൊക്കെ കിട്ടുമ്പോൾ എനിക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള എനിക്കൊരു കോൺഫിഡൻ്റ് ഇല്ലാത്തൊരവസ്ഥ. അന്ന് ചെല്ലുമ്പോൾ പേഷ്യൻ്റ് കുറവായിരുന്നെങ്കിലും
പിറ്റേ ദിവസം തൊട്ട് പേഷ്യൻ്റ് ഒത്തിരി കൂടാൻ തുടങ്ങി. ആ സമയത്ത് നമുക്ക് സ്വന്തം ഓരോ പേഷ്യൻറ്റിന് നമുക്ക് തരികയാണ് വെൻറ്റിലേറ്റഡ് പേഷ്യൻ്റ്. അപ്പം നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ, നമ്മുടെ കുറവ് കൊണ്ട് ഒരു രോഗിക്ക് കിട്ടേണ്ട കെയർ കിട്ടാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ ആയപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഞങ്ങൾക്കൊരു മാറ്റം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത മാസത്തെ ഡ്യൂട്ടി റോട്ടയിൽ പെട്ടെന്ന് തന്നെ ഞങ്ങളെ എല്ലാവരെയും 2 പേരൊഴികെ ബാക്കി എല്ലാവരെയും ഐസൊലേഷൻ വാർഡുകളിലേക്ക് ഷഫിൾ ചെയ്യുകയും, അവിടെയും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, എങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാനുള്ളതുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരു ദൈവത്തിൻ്റെ ഒരു ഭയങ്കര ഇടപെടൽ അവിടെ ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എനിക്ക് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഈ സമയത്ത് എനിക്ക് വരുത്താൻ സാധിച്ചു. ലൈവായിട്ട് ദിവ്യബലികളിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുകയും വചനം കൂടുതൽ ആഴമായിട്ട് പഠിക്കുകയും ഈ വചനങ്ങൾ ഓരോ ദിവസവും ഞാൻ എൻ്റെ മക്കൾക്ക് അയച്ചു കൊടുത്ത് അവർ എന്നും പഠിക്കുകയും അവരുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ആ വചനങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഒരു 6 മണി 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തല കഴുകി കുളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം സൈനസൈറ്റിസ്, ഫാരിഞ്ചൈറ്റിസ്, സൗണ്ട് ഇല്ലാണ്ടാവുക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ആ ഡ്യൂട്ടി തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. ആ സമയത്ത് എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ദൈവം അനുവദിച്ച് തന്നില്ല. എന്നും ഞാൻ തല കഴുകി കുളിച്ച് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും എനിക്ക് ദൈവം ഒരു ജലദോഷം പോലും തരാതെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചു. ഷൈബിക്ക് ഇതുപോലെ തന്നെ CCU ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഷൈബിക്ക് പെട്ടെന്ന് ആ CCU ഒരു ICU കൊറോണ സെറ്റപ്പിലേക്ക് മാറ്റുകയും കോവിഡ് സെൻ്റർ ആക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തീർച്ചയായിട്ടും ബിന്ദു, ശരിക്കും നമ്മൾ UAE ഈ കോവിഡിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത് ഫെബ്രുവരി എൻഡ് മാർച്ച് സ്റ്റാർട്ടിങ്ങിലുള്ള സമയത്താണ്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാധാരണ ആൾക്കാരെ പോലെ നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ, ഇൻഫർമേഷൻസ്, പ്രത്യേകിച്ച് ആ സമയത്ത് ഏറ്റവും പ്രശ്നങ്ങളുണ്ടായിരുന്ന US, പിന്നെ ഇറ്റലിയിലൊക്കെ പ്രശ്നങ്ങൾ, അവിടെയൊക്കെ കാണുന്നത് മുഴുവനും മരണ വാർത്തകൾ മാത്രമാണ് നമ്മൾ കേട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു ആ സമയത്ത്. CCU ഏരിയ കോവിഡ് ഏരിയ ആക്കിയത് പെട്ടെന്നായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിൽ എൻ്റെ പേര് വന്നെങ്കിലും ആ മുന്നേ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുകളോ ഒരു പേടിയൊന്നും എൻ്റെ മനസ്സിനെ അലട്ടിയില്ല. അങ്ങനെ ഈ സമയത്ത് അവിടെ ഡ്യൂട്ടിക്ക് ചേർന്നപ്പോൾ അവിടെ ആദ്യം PPE ആദ്യമായിട്ട് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, N95 മാസ്ക് വെക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതിലും പുറമെ എനിക്കൊരു 12 വർഷമായി ബ്രോങ്കൈറ്റിസ് രോഗമുണ്ടായിരുന്നു. അതിന് ഫലമായിട്ട് ഒരു ഇടയ്ക്കിടയ്ക്ക് നല്ലവണ്ണം ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ 1 വയസ്സുള്ള ഒരു മോള്, ഈ രണ്ടും ഹൈ റിസ്ക് ആണെന്ന് എൻ്റെ പല കൂട്ടുകാരും പറഞ്ഞു. അവിടുന്ന് ഡ്യൂട്ടിക്ക് കയറണ്ട, പെർമിഷൻ ചോദിച്ചു മാറിക്കോന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിലൊന്നും ഒരു വിഷമം എനിക്ക് തോന്നിയില്ല. ദൈവം പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കുന്നുള്ള ശക്തമായൊരു മുന്നോട്ടത്തോടു കൂടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ആത്മീയ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ പല വചനങ്ങളും, അതിൽ പ്രത്യേകിച്ച് സംരക്ഷണ വചനമായ ലൂക്ക 10:19, അതുപോലെ ലോകത്തിൽ നിന്നും ഈ രോഗം നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് പുറപ്പാട് 23:25, സങ്കീർത്തനം 91 സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ കുടുംബത്തോട് ഒരുമിച്ചും ജപമാലയും കരുണക്കുന്തിയും ഇതുപോലെ വിശുദ്ധ ബലിയിലും പ്രത്യേകം സമർപ്പിച്ച ഈ 2 കാര്യങ്ങൾക്കും നിയോഗങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ മോൾക്ക് വൈറൽ ഫീവറായി, 40 ഡിഗ്രി ടെമ്പറേച്ചർ ഒരാഴ്ചയോളം അതിങ്ങനെ നിന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ 1 വയസ്സല്ലേ ഉള്ളൂ മോൾക്ക്. അപ്പോൾ അവളും കരച്ചിലാണ്. അപ്പോൾ വിളിച്ച് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാതെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ശരിക്കും സങ്കടപ്പെട്ടുകൊണ്ടാണ് ഡ്യൂട്ടിക്ക് പോയിരുന്നത്. എങ്കിലും അവിടെ ചെല്ലുമ്പോൾ അതെല്ലാം മറന്ന് പേഷ്യൻസിനെ കെയർ ചെയ്യാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ രോഗിയോടും ഇടപെടാനായിട്ട് സാധിച്ചു. പിന്നെ അതുപോലെ നമ്മുടെ സാധാരണ ഡ്യൂട്ടി പോലെ അല്ലല്ലോ, നമ്മൾ പോകുമ്പോൾ ഡോർ അടച്ചിട്ടിരിക്കുകയാണല്ലോ. നമ്മൾ സാധാരണ ഡ്യൂട്ടിക്ക് നമ്മുടെ ഡോറുകളൊക്കെ തുറന്നിട്ടിരിക്കുക. അപ്പം നമ്മൾ ആ ഡോറിലേക്ക് കയറുമ്പോൾ ഓവറെടുത്തതിന് ശേഷം അവിടേക്ക് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്ന ശക്തി നിന്റെ മേൽ ആവസിക്കും, ആ വചനവും ലൂക്ക 10:19 സംരക്ഷണ പ്രാർത്ഥനയും, ഇത് രണ്ടും എന്നും ചൊല്ലിയിട്ടാണ് കയറുന്നത്. അപ്പം നമ്മൾക്കും അവർക്കും കിട്ടുന്ന സംരക്ഷണം പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് ഓർമ്മിച്ചിരുന്നു. ഈ സഹനങ്ങളെല്ലാം എനിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് സാധിച്ചത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയ ഒരു ഡ്യൂട്ടി ഞാൻ ഈ എൻ്റെ നഴ്സിംഗ് മേഖലയിൽ ചെയ്തത് ഈ കോവിഡ് സമയത്താണ്. കാരണം ഓരോ രോഗികളും മരണത്തെ ഭയപ്പെടുന്ന ഒരു
സിറ്റുവേഷനിലാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഭയപ്പെടേണ്ട, അതുപോലെ എല്ലാ പേഷ്യൻസിനും നമ്മൾ മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയല്ല, നമ്മൾക്ക് കെയർ കിട്ടുന്നുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സാധിച്ചത് ഈ ഒരു സമയത്താണ്. സീന ഒരു ഹെൽത്ത് സെൻ്ററിലായിരുന്നല്ലോ വർക്ക് ചെയ്തിരുന്നത്. അതെ. അപ്പോൾ ഈ കോവിഡ് സമയത്ത് നിങ്ങളുടെ ഹെൽത്ത് സെൻറ്റർ കൊറോണ ഹെൽത്ത് സെൻ്ററാക്കി മാറ്റിയല്ലോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്തപ്പോൾ സീനയ്ക്കുണ്ടായ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും ഷൈബി, എനിക്ക് കുറേയധികം അനുഭവങ്ങളുണ്ട്. എന്നാലും ഞാനിപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൊറോണ സെൻറ്റർ ആക്കിയപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡ്യൂട്ടി ചേഞ്ചും, ഞങ്ങൾ ഡേ ഷിഫ്റ്റ് മാത്രം ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ PHC നൈറ്റ് ഷിഫ്റ്റും കൂടെ ഇടുകയും അങ്ങനെ 3 ഷിഫ്റ്റ് പെട്ടെന്ന് വരികയും ഒക്കെ ചെയ്തപ്പോൾ എല്ലാവർക്കും പെട്ടെന്നൊരു ആക്സെപ്റ്റ് ചെയ്യാനും എനിക്കാണല്ലോ അങ്ങനെ ഒരു ഇത് തോന്നി. അങ്ങനെ നൈറ്റൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ നൈറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് PPE ധരിച്ചിട്ട് എപ്പോഴും നിൽക്കണം, അപ്പോൾ എങ്ങനെയാണ് അത്. ഞങ്ങളുടെ ക്ലിനിക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ക്ലിനിക്കാണ്. കാരണം ഫുജറയിൽ തന്നെ ഒരു സെൻറ്റർ ആയിരുന്നു ആദ്യം. തുടക്കത്തിൽ ഞങ്ങളുടെ സെൻറ്റർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും, അങ്ങനെ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ രോഗികളൊക്കെ വരികയും, അത് ഞങ്ങൾക്ക് എൻ്റെ ഇടയിൽ ഈ PPE ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷനിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും അവേഴ്സ് ആൻഡ് അവേഴ്സ് നമ്മളിത് ഇട്ട് നിൽക്കുന്നത്. അതിനിടയിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് വാഷ്റൂമിൽ പോകാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. എങ്കിലും നമ്മൾ ഈശോയിൽ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആ ഒരു ജോലിക്ക് കയറുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ എൻട്രൻസിൽ കയറുന്ന സമയത്ത് എപ്പോഴും ഒരു വചനം പറയും, നിയമാവർത്തനം 31:8, കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത്, അവിടെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, അവിടെ നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, നീ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ഈ വചനം വളരെയധികം എനിക്ക് ശക്തി തന്നിരുന്നു. കാരണം എങ്ങനെ ഏത് സാഹചര്യത്തെയും നമ്മൾ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്, ഈശോ നമ്മുടെ കൂടെയുണ്ട്, കർത്താവിൻ്റെ കരുണ എന്നും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഈശോയുടെ ഈ ഒരു ഹീലിംഗ് മിനിസ്ട്രിയിലൂടെ കടന്നു പോകുമ്പോൾ, ജോലിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആരെ ഭയക്കണം, എന്ത് വന്നാലും ദൈവം നമ്മളെ വലതുകരം കൊണ്ട് താങ്ങും എന്നുള്ള ഒരു വലിയ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുപോലെ എന്നും ഞാൻ സങ്കീർത്തനം 91, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6, 7, 8, 9 ഏതെങ്കിലും ഒരു അധ്യായം എന്നും വായിക്കും. എന്നിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ എൻ്റെ പേഴ്സണൽ പ്രയറൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന വഴി എനിക്കൊരു 10-12 മിനിറ്റ് ഉണ്ട്. ആ സമയത്ത് ഞാൻ വേറെ ഒരു റേഡിയോ കേൾക്കുകയോ ഒന്നും ചെയ്യില്ല. പോകുന്ന സമയം മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെയൊക്കെ സമർപ്പിക്കും, കണ്ടുമുട്ടാൻ പോകുന്ന ഓരോ രോഗികളെ സമർപ്പിക്കുന്നു, എല്ലാ സഹപ്രവർത്തകരെയൊക്കെ സമർപ്പിക്കും, നമ്മുടെ ശുശ്രൂഷകളൊക്കെ സമർപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കരുത്ത്, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. പരിശുദ്ധ അമ്മയോട് എന്നും ഞാൻ മാധ്യസ്ഥം വഹിക്കും, അമ്മേ ഞങ്ങളെ കാത്തുകൊള്ളണേ, ഞങ്ങൾ ഓരോരുത്തരെയും കാത്തുകൊള്ളണേന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു 3 months ഒക്കെ കഴിഞ്ഞപ്പം എനിക്കൊരു ഫീവറും ബോഡിയൊക്കെ വന്നു. അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്തു, എനിക്ക് പോസിറ്റീവ് ആവുകയും ചെയ്തു. അപ്പോൾ സീനയ്ക്ക് ഈ പോസിറ്റീവായ സാഹചര്യത്തിൽ സീനയുടെ മാനസികാവസ്ഥ ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും എനിക്ക് യഥാർത്ഥത്തിൽ പോസിറ്റീവ് ആയെന്ന് പറഞ്ഞപ്പം എനിക്കൊരു ഭയപ്പാടോ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വൈറൽ ഫീവറിനെ എങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സീനനെ ഫോൺ വിളിക്കുമ്പോഴും ഞാൻ ടെൻഷനോടുകൂടി ചോദിക്കുമ്പോൾ സീന ചിരിച്ചുകൊണ്ടാണ് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്നും ദൈവത്തിന്റെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി എത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയിലുള്ള കുറേ പേര് എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും, പ്രത്യേകിച്ച് എനിക്ക് ഇവരുടെയൊക്കെ ഒരു പ്രാർത്ഥനാ സഹായം നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയിലൂടെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല പോലെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും പ്രത്യേകം വിളിച്ച് പറയുക. അപ്പോഴൊക്കെ ഞാൻ പറയും, എനിക്ക് പേടിയൊന്നുമില്ല, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എല്ലാം ദൈവം കറക്റ്റ് ടൈമിൽ എല്ലാവരുടെ പ്രാർത്ഥനയോടും കൂടിയിട്ട് തന്നെ നടത്തി തന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയോ ഭയപ്പാടോ ഒന്നും ഉണ്ടായില്ല. ആ ഒരു കാലഘട്ടം എനിക്ക് ഒരു ക്വാറന്റൈനിൽ ഞാൻ വീട്ടിലിരുന്ന സമയത്ത് വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളാനും ഫാദർ ഡൊമിനിക് വളമണാലിൻ്റെ നമ്മുടെ അഡറേഷനിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ, അതുപോലെ ബൈബിൾ വായനയിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒക്കെ സാധിച്ചു. അതൊക്കെ വലിയൊരു അനുഗ്രഹം, അല്ലെങ്കിൽ ഈശോയുടെ ഒരു കരുതലുണ്ടായിരുന്നു എന്ന് തോന്നിച്ച വളരെയധികം വലിയ നിമിഷങ്ങളായിരുന്നു അത്. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ബിന്ദു ഈ ഫുജറയിൽ നിന്നും ദുബായ് വരെ വളരെയധികം ദൂരം യാത്ര ചെയ്തിട്ടാണല്ലോ അവിടെ ഡ്യൂട്ടിക്ക് പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് പേഷ്യൻറ്റിനെ കെയർ ചെയ്തപ്പോൾ ബിന്ദുവിനെ മനസ്സിനെ സ്പർശിച്ച കാര്യങ്ങൾ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഷൈബി, ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. നമ്മളിവിടെ ഒരു 5 മാസത്തോളം അവിടെ ജോലി ചെയ്തു. അപ്പോൾ ഒത്തിരി പേഷ്യൻസിനെ നമുക്ക് കാണാൻ സാധിച്ചു. പലതരത്തിലുള്ള അൺകോൺഷ്യസ് ആയിട്ട് വെന്റിലേറ്ററിലുള്ളത്, നോർമൽ പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ പോകുമ്പോഴും പേഷ്യൻ്റെ അടുത്ത് കയറുമ്പോഴും ഒക്കെ ഒരു വചനം, ഹെബ്രായർ 4:12, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്,
ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചേറി മനുഷ്യൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ ഒരു വചനം എനിക്ക് ഭയങ്കര ധൈര്യം തന്ന ഒരു വചനവും പേഷ്യൻസിനോട് അവരുടെ അസുഖങ്ങൾക്കൊരു മാറ്റം വരുത്തുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു വചനം. അപ്പോൾ യാത്രയിൽ ഞാനത് ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. അതുപോലെ പേഷ്യൻറ്റിൻ്റെ റൂമിലേക്ക് കയറുമ്പോഴും ആ ഒരു വചനം പറ്റുന്ന സമയങ്ങളിലൊക്കെ ചൊല്ലിക്കൊണ്ട് ആണ് ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ മെഡിസിനായിട്ട് കയറുമ്പോൾ ഒരു പേഷ്യൻ്റ് വേറെ ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വന്നിരിക്കുന്നതാണ്. ആ പേഷ്യൻ്റെ മുമ്പിൽ ഫുഡ് ട്രേ ഇരിപ്പുണ്ട്. ആൾ ഹൈ ഫ്ലോ ഓക്സിജൻ സപ്പോർട്ടിലാണ്. ഈ പേഷ്യൻ്റ് തന്നെ അതെടുത്ത് കഴിക്കാനുള്ള പറ്റത്തില്ല. അപ്പം എനിക്ക് ഒത്തിരി പണികളുണ്ട്, മെഡിസിൻ ഒത്തിരി പേഷ്യൻ്റ് ഒത്തിരി ഫുള്ളായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ ഡോക്യുമെൻറ്റേഷനൊക്കെ ഉണ്ട്, പോകാനുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ പേഷ്യൻ്റ് അത് തുറന്നു ബാക്കി എല്ലാവരും ഫുഡ് എടുത്ത് കഴിച്ചു കഴിഞ്ഞു, ഇത് പേഷ്യൻ്റ് മാത്രം കഴിക്കാണ്ടിരിക്കും. അയാളുടെ അടുത്തേക്ക് പോവുകയും അവിടെ ചെന്ന് അയാൾക്ക് അത് എടുത്ത് കൊടുത്ത് എല്ലാം റെഡിയാക്കി അടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ അടുത്ത പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുക്കാനായിട്ട് തിരിച്ച് വിത്തിൻ 5 minutes തിരിച്ചു വന്നപ്പോഴത്തെ ആ ഫുഡ് ട്രേ കംപ്ലീറ്റ് കാലിയാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ മനുഷ്യൻ എത്രയോ നാളായിട്ട് ഫുഡ് കഴിക്കാതിരുന്ന ഒരവസ്ഥ. അപ്പോൾ പേഷ്യൻ്റ് എന്നോട് പറയുകയാണ്, സിസ്റ്ററിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, 5 ദിവസമായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് ട്രേ ഇവിടെ കൊണ്ടുവയ്ക്കും, ആരും അത് എടുത്ത് തരികയോ കഴിക്കാനായിട്ട് തരികയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇതുവരെ തോന്നിയിട്ടില്ല. ആ ഒരു അനുഭവം എൻ്റെ മനസ്സിനെ ഒത്തിരിയേറെ സ്പർശിച്ചു. ഇതുപോലെ തന്നെ സീനയ്ക്കും ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ സീനെ അതൊന്ന് പേഷ്യൻ്റെ കെയറുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമായിരിക്കും. തീർച്ചയായിട്ടും ബിന്ദു, എനിക്ക് ഇതുപോലെ തന്നെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മൾ കുറേ പേഷ്യൻസിനെ കാണുകയും അവരുടെ ഒരു പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും ഒരു ഭയാനകമായിട്ടുള്ളൊരു ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയാണ്. പ്രത്യേകിച്ച് നമ്മൾ പേഷ്യൻറ്റിനെ റെഫർ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് വിടുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സെൻറ്ററിൽ നിന്ന് മെയിനായിട്ട് 1-2 ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ ആംബുലൻസിലാണ് വിടുന്നത്. അപ്പോൾ അതങ്ങനെ പറയുമ്പോഴേ രോഗികൾ അവരുടെ ആ ധൈര്യം കൂടെ ചോർന്നു പോകുന്ന അവസ്ഥ. ഞാൻ എന്തോ സിക്കാണ്, ഇനി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ, അങ്ങനെയൊക്കെയുള്ളൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഈ അടുത്ത് ഒരു പേഷ്യൻറ്റിന് എനിക്ക് ഇതുപോലെ എൻ്റെ സമയത്ത് റെഫറൽ കിട്ടി. അപ്പോൾ അവരടുപ്പിച്ച് 2-3 പ്രാവശ്യം ഇതുപോലെ ഫീവറും ബോഡി ഏക്കൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ കുറച്ചൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും അഡ്മിറ്റ് ആയേ പറ്റൂ, ഇനി എന്തായാലും നിങ്ങൾ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇനി ഞാൻ തിരിച്ചു വരുമോ, എനിക്ക് ഇങ്ങനെ ഞാനൊരു സിക്കായില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയി അവർ. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ആംബുലൻസിൽ അവരെ കൊണ്ടുപോകുന്ന സമയത്ത് അവരെ കുറേയധികം പേര്, അപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൂടെ പോകാൻ പറ്റില്ല, കാരണം അങ്ങനെ കൂടെ നിർത്തില്ല, നിങ്ങൾ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ നിങ്ങളുടെ വൈഫിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരെ പലരും വിളിക്കുന്നുണ്ട്. ഇവർക്ക് ഭയങ്കര ടെൻഷനും, ഇവർ ദേഷ്യത്തിലാണ് ഫോൺ കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അവർ കരയും, കുറേ നേരം ഇരുന്ന് കരയും. അപ്പോഴേക്കും അടുത്ത ആൾ വിളിക്കും. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എപ്പോഴും എൻ്റെ യൂണിഫോമിൽ എപ്പോഴും കൊന്ത കാണും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടോ, ഇവരുടെ ഒരു മനസ്സിൻ്റെ ഒരു ഇതൊന്ന് മാറാനായിട്ടും ഒക്കെ ആയിട്ട്. അങ്ങനെ അവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതാണ്. എനിക്കും ഇതുപോലെ നിന്നെ പോലെ ഫീവറും ബോഡിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഇതുപോലെ 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന്, ഒരു 4 days ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ചു പോകുന്ന ആളാണ്. അതുകൊണ്ട് ഒന്നും നീ പേടിക്കാനില്ല, നിനക്ക് നല്ല കെയർ കിട്ടും, നിനക്ക് പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. നിനക്കൊരു നോർമൽ വൈറൽ ഫീവർ വന്ന ഇത് മാത്രം നീ ചിന്തിച്ചാൽ മതി. നിൻ്റെ മക്കളെയൊക്കെ കരുതാനായിട്ട് നിനക്ക് അവിടെ ആൾക്കാരുണ്ടല്ലോ, നിൻ്റെ അമ്മയുണ്ട്, നിൻ്റെ ഹസ്ബൻഡുണ്ട്, അപ്പോൾ നീ എന്തിനാണ് വിഷമിക്കണത്? ഞാനാ പറയുന്നത്, ഞാൻ ഈ അനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് നിന്നെ കൃത്യമായിട്ട് ആശ്വസിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഓൾമൈറ്റി ഗോഡ് നിന്നെ സംരക്ഷിക്കും, നിന്നെ എത്രയും പെട്ടെന്ന് സൗഖ്യമാക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വളരെ റിലാക്സ്ഡായി. അവരുടെ ഫേസിൻ്റെ ആ ഒരു മാറ്റം തന്നെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അവരുടനെ വിളിച്ച ആൾക്കാരെയൊക്കെ തിരിച്ചു വിളിക്കുകയും അവരോടൊക്കെ പറഞ്ഞു, ഒരു ഇന്ത്യൻ സിസ്റ്ററാണ് എൻ്റെ കൂടെയുള്ളത്, ആ സിസ്റ്റർ എന്നെ ആശ്വസിപ്പിച്ചു, ആ സിസ്റ്ററിന് വന്നതാണ്, പേടിക്കാനൊന്നുമില്ലെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞാൽ അവർ ഹസ്ബൻഡിനെ വിളിച്ചു പറയുകയും എന്നിട്ട് തിരിച്ച് ഞാൻ അവിടെ അവരെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് കുറേയധികം ഒത്തിരി നന്ദി പറഞ്ഞു അവർ പറഞ്ഞു, സിസ്റ്ററിനെ ഞാൻ ഒരിക്കലും മറക്കില്ല സിസ്റ്ററെ, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഞാൻ കടന്നുപോയ ആ ഒരു അവസ്ഥ സിസ്റ്റർ തീർത്തും ഈ ഒരു യാത്രയിൽ എനിക്ക് മാറ്റി തന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ, കാരണം എൻ്റെ കൈ പിടിച്ചിട്ട് വിടുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ കൈ പിടിക്കാൻ ഈ ഒരു സമയത്തിൽ പാടില്ല, പക്ഷെ അവരുടെ മനസ്സിൻ്റെ ആ ഒരു ഇതുകൊണ്ട് സന്തോഷം കൊണ്ട് അവർക്ക് അത് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവർ ആ ഒരു സിസ്റ്ററിനെ ഹാൻഡ് ഓവർ കൊടുക്കാൻ പറ്റി.
അങ്ങനെ ഈശോയ്ക്ക് 1000 നന്ദി പറയാണ്. കാരണം ഇങ്ങനെ ഒരു എവിടെയോ കിടന്ന എന്നെ ഇതിനായിട്ട് ദൈവം തിരഞ്ഞെടുത്തു, ഉപയോഗിച്ചു, അല്ലെങ്കിൽ കരുവാക്കി എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ 1000 നന്ദി ഞാൻ പറയുകയാണ് ഈ ഒരു അവസരത്തിൽ എനിക്കിതിനായിട്ട് എന്നെ നിയോഗിച്ചതിൽ. അപ്പോൾ പ്രത്യേകിച്ച് നഴ്സസ് മിനിസ്ട്രിയിലൂടെ ഈ ഒരു അവസ്ഥയിലൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഹീലിംഗ് മിനിസ്ട്രിയുടെ ഇത്രയും നമുക്ക് ആഴത്തിൽ രോഗികളായിട്ട് ബന്ധപ്പെടാനുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയൊന്നും എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു. നമ്മൾ ക്രിസ്റ്റോ സെൻട്രിക് പ്രോഗ്രാമിലൂടെ കടന്നു പോയപ്പോഴൊക്കെ അപ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതൽ ദിവ്യബലിയെക്കുറിച്ചും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് തന്നെ കുറേ ചേഞ്ചസ് വന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈശോയ്ക്ക് 1000 നന്ദി. എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം ഹസ്ബൻഡിനും കോവിഡ് പോസിറ്റീവ് ആയല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി? ബിന്ദു, ഞാൻ പോസിറ്റീവായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് പോസിറ്റീവായത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പേടിയോ ഭയമോ ഒന്നും അതിന് തോന്നിയില്ല. അപ്പോൾ ഹസ്ബൻഡും ഞാൻ ധൈര്യം കൊടുത്തു. അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നൊരു വചനം സങ്കീർത്തനം 27:1 അതിൽ ഇപ്രകാരം പറയുന്നു: കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എന്നെ ജീവിതത്തിൻ്റെ കോട്ടയാകുന്നു, ഞാൻ ആരെ പേടിക്കണം. ഈ ഒരു വചനം എനിക്ക് വളരെയധികം ശക്തി നൽകി. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ പേടിക്കുന്നത്? എനിക്കിത് വന്നു, എനിക്കൊന്നും സംഭവിച്ചില്ല, പിന്നെ ഞാൻ എന്തിന് ഇത്രയധികം പേടിക്കണം? അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കൊളീഗ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഹെൽപ്പായിരുന്നു. ഇൻചാർജിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും മറ്റ് ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും അതുപോലെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരുടെ നല്ലൊരു സഹകരണമായിരുന്നു. കാരണം ഞാൻ ചിലപ്പോൾ എനിക്കും ക്വാറൻറ്റൈൻ ആണല്ലോ, ഞാൻ ചെല്ലാൻ പറ്റാത്ത സമയത്ത് ചിലപ്പോൾ മോനായിരിക്കും ഹസ്ബൻഡിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഫീവർ വന്നാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും 1-2 പ്രാവശ്യം പോകേണ്ടി വന്നു. അപ്പോൾ ഒന്ന് ചെക്കിങ്ങിന് പോന്നു, പിന്നെ അതുകൂടാതെ ഫീവറായിട്ടൊന്ന് പോയി. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചെന്നില്ലെങ്കിൽ തന്നെ വളരെയധികം സഹായിച്ചു. അതെനിക്ക് എൻ്റെ ഒരു കുറവ് അവിടെ എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാം കർത്താവിൻ്റെ കൃപയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ആ സമയത്തൊക്കെ എനിക്കുണ്ടായിരുന്നു. സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സംരക്ഷണത്തിന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരു ഭയപ്പാടോ പേടിയോ ഒന്നും എൻ്റെ മനസ്സിലുണ്ടാക്കിയില്ല. ഈശോയ്ക്ക് 1000 നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. ഷൈബിക്ക് ഇതുപോലെ ഈ ഒരു സമയത്ത്, ഈ മഹാമാരിയുടെ സമയത്ത് ഇപ്പോൾ പല അനുഭവങ്ങൾ എന്തായാലും നമുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഷൈബിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളൊന്ന് പറയുമോ? തീർച്ചയായിട്ടും സീന. ഞാനും സീന പറഞ്ഞതുപോലെ 10 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലിൽ എത്താൻ. ആ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് കെയർ ചെയ്യാൻ പോകുന്ന പേഷ്യൻസിനെ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രി മൊത്തമായിട്ടും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഞാനവിടെ ക്രിട്ടിക്കൽ സൈഡിലായിരുന്നു പറഞ്ഞിരുന്നല്ലോ. എനിക്ക് പ്രത്യേകിച്ച് 2 പേഷ്യൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ആ 2 പേഷ്യൻ്റ്. രണ്ടും പാകിസ്ഥാൻ നാഷണാലിറ്റി പേഷ്യൻസാണ്. അപ്പം ഞങ്ങൾക്കവിടെ ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും എല്ലാ വീക്കെൻഡിൽ ഈവനിങ് സമയത്താണ് ആംബുലൻസിൽ അവിടെ നിന്ന് പേഷ്യൻറ്റിനെ കൊണ്ടുവരാറുണ്ട്. കാരണം അവിടെ ബെഡ് ഷോർട്ടേജ് വരുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എങ്ങനെ എൻ്റെ 2 ഡ്യൂട്ടികളിലാണ് ഈ ഓരോരോ പേഷ്യൻറ്റിനെ ഞാൻ റിസീവ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ പേഷ്യൻറ്റിനെ ഞാൻ റിസീവ് ചെയ്തു. പേഷ്യൻറ്റിനെ സെറ്റിൽ ചെയ്തതിന് ശേഷം ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സിസ്റ്റർ ഞാൻ ഏത് ഉപഗ്രഹത്തിലാണെന്ന് എൻ്റെ അടുത്തൊന്ന് പറയാൻ ചോദിച്ചു. അപ്പോൾ ശരിക്കും ചിരിച്ചുകൊണ്ടാണ് ആൾ പറഞ്ഞതെങ്കിലും ആളുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആൾ ചോദിച്ചത്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, ഇത് ഈ സ്ഥലമാണ്. അതുപോലെ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം എന്നെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി. അങ്ങനെ ഒരു കുറേ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ കയറ്റി ഇറക്കി. അവസാനം ഒരു ലോങ് ജേണിക്ക് ശേഷം ഞാൻ ഇവിടെ എത്തിപ്പെട്ടതുകൊണ്ട് എനിക്ക് സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ഥലം ഇതാണെന്നും ഇത് കോവിഡ് പോസിറ്റീവ് ആയാലും അതിൻ്റെ കൃത്യസമയത്തിന് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റി, ഇനി കൃത്യ ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് തരും. അതിനുശേഷം 1 വീക്കൊക്കെ കഴിയുമ്പോൾ റിപ്പീറ്റ് ടെസ്റ്റ് ചെയ്യും. അത് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവും. കൃത്യമായിട്ട് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാനും പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതൊരു പേടിക്കേണ്ട അവസ്ഥകളൊന്നുമില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഒത്തിരി ആശ്വാസമായെന്ന് അയാൾ പറഞ്ഞു. അയാൾ വേഗം ഫോൺ എടുത്ത് ഫാമിലിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി, ഇപ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ ഇവിടെ എത്തിപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് അയാൾ ഗോഡ് ബ്ലസ് യു, താങ്ക് യു സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറയായിരുന്നു. അതിപ്പോൾ പേഷ്യൻ്റ് മാത്രമല്ല, ശരിക്കും ഈ ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻസും ഓരോ ഡോക്ടേഴ്സും പ്രത്യേകിച്ച് അല്ലേ നമ്മൾ നേഴ്സുമാരോട് മറ്റുള്ള രോഗി ശുശ്രൂഷ ചെയ്യുന്നതിലുപരി നമ്മളോട് പറഞ്ഞിരുന്നു. കാരണം അവർ തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പേടിയില്ലേ, നിങ്ങൾക്ക് ഫാമിലി ഇല്ലേ, മക്കളില്ലേ, അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും നമ്മളോടും ഒരു സ്നേഹത്തോടെയാണ് അവരും പ്രതികരിച്ചിരുന്നത്. അതുപോലത്തെ 2ാമത്തെ പേഷ്യൻ്റ് ഇതുപോലെ ഒരു പാകിസ്ഥാൻ നാഷണാലിറ്റി ആയിരുന്നു.
ആ പേഷ്യൻറ്റിനും ഇതുപോലെ അഡ്മിഷൻ വന്നു. നൈറ്റ് ടൈമിലാണ് അഡ്മിഷൻ വന്നത്. പേഷ്യൻറ്റും എന്നോട് പറഞ്ഞു, ഒരു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, 8 hours തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവർ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അതിന് ശേഷം ഞാൻ വലിയൊരു യാത്ര ചെയ്ത് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇത് എവിടെയാണ് സിസ്റ്റർ എന്ന് ആ പേഷ്യൻറ്റ് ചോദിച്ചു. ആ പേഷ്യൻറ്റിനോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പേഷ്യൻറ്റിന് ഒരു ആശ്വാസമായി. അതിനുശേഷം പേഷ്യൻ്റ് എന്നോട് ചോദിച്ചു, സിസ്റ്റർ എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും തരാനായിട്ട് ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയ ബോട്ടിൽ വെള്ളവും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വന്നത്. ശരിക്കും നമ്മൾക്കങ്ങനെ കഴിക്കാൻ സമയം കിട്ടാറില്ല, എങ്കിലും അന്ന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാനത് വേഗം എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോൾ ആ രോഗി അത് വേഗം അത് ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ, നമ്മൾ സാധാരണ ചോറൊക്കെ കഴിക്കുന്ന പോലെയാണ് അത് കഴിക്കുന്നത്. അത് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം ഒരു ചെറിയ കാര്യം ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ഞങ്ങൾ പേഷ്യൻ്റ് റിലേറ്റീവ്സ് വിളിക്കാറുണ്ട്. പേഷ്യൻ്റ് റിലേറ്റീവ്സ് വെന്റിലേറ്റർ പേഷ്യൻ്റ് അല്ലാത്ത പേഷ്യൻറ്റിനെ വിളിക്കും. അവർ സംസാരിക്കുമെങ്കിലും അവർക്ക് നേഴ്സസിനോട് സംസാരിക്കുമ്പോഴാണ് തൃപ്തിയാവുക. കാരണം അവരെന്താ പറയണത്, റിലേറ്റീവ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നത് ശരിയാണെന്ന് ഇവർക്ക് അറിയാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ വിളിക്കും. അപ്പോൾ ഞങ്ങളും ഓരോരുത്തരും നമ്മൾ ഓരോ സമയമെടുത്ത് ഈ N95 മാസ്കിൽ പറയുമ്പോൾ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടിലാണ് ശരിക്കും പറയുന്നത്. എന്നാലും നമ്മൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരാശ്വാസം കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു ദൈവസ്നേഹത്തിൽ നിന്ന് അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേഷ്യൻസ് ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. നമ്മളോട് സംസാരിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, അതുകൊണ്ട് അവരുടെ ഡിസ്പ്യൂട്ട് കയറാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. അവരോടൊക്കെ പോയിരുന്ന് കിട്ടുന്ന സമയം പോലെ സംസാരിക്കുവാനും, നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കണം, കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം, ഇങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള ഒരു കാര്യമൊക്കെ നമുക്ക് ദൈവകൃപയാൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ പേഷ്യൻസിനെ പല പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ വെന്റിലേറ്റർ പേഷ്യൻ്റൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഒരു ആത്മഭാരമായിരുന്നു. ഞങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്, അവിടെ പോയാൽ ഈ പേഷ്യൻ്റ് ഇതുപോലെ കെയർ കിട്ടും, ഇതിൽ നല്ലതായിരിക്കും കിട്ടുന്നതെങ്കിലും നമ്മൾക്കൊന്ന് വിട്ടുപിരിയാനുള്ള ഒരു വിഷമം, അത്രത്തോളം നമുക്കൊന്ന് കെയർ എടുത്ത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓരോ രോഗികളെയും പ്രത്യേകിച്ച് വെന്റിലേറ്റർ പേഷ്യൻറ്റിനെ കുരിശ് വരച്ചുകൊണ്ട് അല്ലെങ്കിൽ തൊട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കൃപയും സമയം പോലെ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഈ രോഗി ശുശ്രൂഷകളെല്ലാം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് ദൈവസ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ ഈ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ ഈശോയെ അറിഞ്ഞ്, ഈശോയെ പങ്കുവെച്ച്, ഈശോയെ മറ്റുള്ളവർക്ക് സഹായിക്കാനായിട്ട് നമുക്ക് സാധിച്ചതും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ വന്നതിന് ശേഷം മാത്രമാണ്. മത്തായി 25 35 മുതൽ 36 വരെയുള്ള വചനങ്ങൾ പറയുന്നു, എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ഈ ഒരു വചനത്തിലൂടെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ രോഗിയിലും ഈശോയുടെ മുഖം ദർശിച്ചുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഷൈബി. സക്രിയ 2:5 നാം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ അതിൻ്റെ ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ തുടങ്ങി വെച്ച സൗഖ്യ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നാം ഓരോരുത്തരും. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈശോയുടെ കരങ്ങളാകുവാൻ നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇനിയുള്ള കാലഘട്ടത്തിലും ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൊളോക്കോ ദ്വീപിലെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനായി നിയോഗിക്കപ്പെട്ട ഫാദർ ഡാമിയൻ താൻ കുഷ്ഠരോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ മെത്രാൻ എഴുതിയ കത്തിൽ ഒരു കുഷ്ഠരോഗിയായി താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനേക്കാൾ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഫാദർ ഡാമിയനെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ
ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.